ചോദ്യം. ഈ വേൾഡ് കപ്പില് മെസ്സി മികച്ച ഗോൾ വേട്ടക്കാരനായിട്ടുണ്ട്. അത് ഒരാളെ റെക്കോർഡ് തകർത്തിട്ടാണ്. ആരാണ് ജർമ്മനിയ? അർജന്റീനന്റെ 2014 ഓർമ്മ വല്ലാണ്ട് കിട്ട്. അത് നമ്മളെ തളർത്തിയിട്ടില്ല. 2014, 2006, 2018 കരഞ്ഞ മനുഷ്യനെ ഞങ്ങൾ. അതിനൊക്കെയുള്ള ഒരു ഉണർവാണ് 2022 എന്തിനാ ഉണ്ടായിരുന്നത്. ഒരു റഫറിന്റെ ഒന്നുമില്ല. നിങ്ങളെ പോലത്തെ ആരാധകരെ, ഈ ഓപ്പോസിറ്റ് ഇങ്ങനെ ആരാധകരെ ഞങ്ങളെന്തായി സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ആദ്യം ഗോൾ അടിച്ചു. അപ്പൊ ഇവരൊക്കെ വിചാരിച്ചു ഇപ്പൊ കിട്ടുന്ന അർജന്റീന പൊട്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തു പോയി പടക്കം വാങ്ങാനും ചാടി കളിച്ചൊക്കെ റെഡി ആയിക്കുമ്പോ എക്സ്ട്രാ ടൈമിൽ എടുത്തെത്തുമ്പോ മെസ്സി ചിലപ്പോൾ അസിസ്റ്റ് കൊടുക്കും, അൽവാരസോ അല്ലെങ്കിൽ വേറെ ആരെയും വന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഗോൾ അടിക്കും. അർജന്റീന വീണ്ടും ആവേശത്തോടും എനിക്കതല്ല ആദ്യം തരുന്നു ഒരു എന്റർടൈൻമെന്റ്, പിന്നെ എവിടെ പോയി വിഭാഗക്കാര് പറഞ്ഞു ജീത്തു ജോസഫ് പടമാണെന്നുള്ളത്, മറുവിഭാഗക്കാര് പറയുന്നു ഇത് പ്രിയദർശൻ മൂവിയാണെന്നുള്ളത്. മൂവിയായിട്ടും കാര്യമില്ല. ഇക്കൊല്ലത്തെ വേൾഡ് കപ്പ് അത് അർജന്റീന രണ്ടാമതായിട്ട് വീണ്ടും തോക്കും. ഈ സിനിമക്ക് ഒറ്റ നായകനേ ഉള്ളൂ, അത് ലിയോണൽ ആൻഡ്രസ് മെസ്സി. അല്ല ഇവിടെ വരട്ടെ, ആരാണ് റഫറി വേൾഡ് കപ്പിലെ ജനറൽ കോട്ടയിൽ എത്തിപ്പെട്ട ടീം ഫ്രാൻസ് ആണ്. മെറിറ്റ് കോട്ടയിൽ എത്തിയത് സ്പെയിനാണ്. സ്പോർട്സ് കോട്ടയിൽ എത്തിയത് ഇംഗ്ലണ്ടാണ്. മാനേജ്മെന്റ് കോട്ടയിൽ എത്തിയത് അർജന്റീനയാണ്. ഈ നിമിഷം വരെ ഒരു റഫറിക്കെതിരെ നടപടിയെടുത്തായിട്ട് പറയാൻ പറ്റും. ഇത് നമ്മുടെ നിമിഷം വരെ മാനേജ്മെന്റിന്റെ ആളാണ് ആരോപിക്കുമ്പോ ആരോപണങ്ങളുണ്ട്. പക്ഷെ ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഫിഫക്കോ അതല്ലെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു ഫിഫ അർജന്റീനയുടെ കൂടെ, റഫറി അർജന്റീന കൂടെ, ഇവരെന്തിനാ കളിക്കാൻ വരുന്നത്? അതല്ല തോറ്റു, ഇവരെ തോറ്റു എന്ന് മാത്രമല്ല തോൽപ്പിച്ചു എന്ന് നമ്മൾ പറയാൻ വലിയ പ്രയാസമുണ്ടോ? ഈ അർജന്റീനക്കെതിരെ കളിച്ച മുഴുവൻ ടീമുകൾ പരാതി കൊടുത്തിട്ടുണ്ടായി. വേറെ 48 ടീം കളിച്ചു. ഈ 48 ടീം കളിച്ചാല് അർജന്റീനക്കെതിരെ കളിച്ച എതിർ ടീമുകൾ മുഴുവൻ പരാതി കൊടുക്കുക. ഇപ്പൊ വേണ്ട ഞാൻ പറയാം സ്വിറ്റ്സർലൻഡിന്റെ കോച്ച് ഈജിപ്തിന്റെ ടീം കോച്ച് പരാതി കൊടുത്തപ്പോ അവരെ ഇൻസൾട്ട് ചെയ്തിരുന്നു. 90 മിനിറ്റിൽ കളി തീർക്കുമ്പോ അവിടെ തീർക്കണം, അല്ലെ പരാതിയായിട്ട് നടക്കൽ പറഞ്ഞു. ആ കോച്ച് ഇപ്പൊ ഇന്നലെ പരാതിയായിട്ട് വന്നു. ബ്രസീൽ തോറ്റ് കഴിഞ്ഞ ശേഷം അവരുടെ മെയിൻ പണി ഇനി അതിനെ തോൽപ്പിക്കൽ മാത്രം. അപ്പോഴേ പോർക്കള പോർക്കളല്ല ഇവിടെ അവസാനിക്കുകയാണ്. ആരോപണങ്ങൾ തെളിയുന്നത് വരെ മെസ്സിയുടെ അഴിഞ്ഞാട്ടം തുടരും. പക്ഷെ ഒരു കാര്യം അർജന്റീന ഫൈനൽ കളിക്കൂല. ശരി, ശരി. ഞങ്ങൾക്ക് കൊണ്ടോട്ടിയിലെ ഫുട്ബോൾ ആരാധകരെ പെരുത്തിഷ്ടായിട്ടുണ്ട്. ഗംഭീരം. താങ്ക് യു. അപ്പോ ഈ പരിപാടിയിൽ ഇവിടെ വന്ന് ഞങ്ങളൊക്കെ ക്ഷണിച്ചാല് ഈ മീഡിയ വണ്ണിന് നന്ദി അറിയിക്കാം. താങ്ക് യു. എന്തായാലും കൊള്ളാട്ടോ, നിങ്ങളുടെ ഫുട്ബോൾ കമ്മ കൊള്ളാം. താങ്ക് യു. താങ്ക്സ്.